ഗൈസ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റാണ്. ഞാനിപ്പോൾ ഒരു വില്ലേജിലൊക്കെ കണ്ടുപിടിച്ച് ഇവിടെ കുറച്ച് സെറ്റപ്പ് ആയിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാനിപ്പോൾ എൻ്റെ വില്ലേജാണിത്, മുഴുവൻ എൻ്റെ വില്ലേജാണ്. എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. കണ്ട ഗോൾഡൻ ആണ് ഫുള്ള് കണ്ട. അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ സ്ഥലം. മണിയൊക്കെ ഉണ്ട് ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് മണി അടിച്ച് നോക്കാം. എല്ലാ വില്ലേജസും വരേണ്ടതാണല്ലോ. എന്താണ് എൻ്റെ ഫാമുകൾ കാണിച്ചു തരാം. ഇതൊന്നും എൻ്റെ ഫാമേ ഇല്ല. ഇവനെന്താ പണിയെടുക്കുന്നതാണ്. ഇതൊന്നും എൻ്റെ ഫാമില്ല. തേനീച്ചകൾ ഞാൻ ആക്കിയതാണ് ഗായ്സ്. അപ്പോൾ ഗായ്സ് നമ്മളൊന്ന് അമ്മയാണ് ഗായ്സ്. ഇതാണ് നമ്മുടെ ഒരു ചെറിയ ഡോൾഫിൻ ഉള്ള ഒരു സ്ഥലം. ഇത് ഞാൻ വാങ്ങിയിട്ടാണ് കേട്ടോ. 3 മീനുണ്ട്, ഒരു കുഞ്ഞിയുണ്ട്, 2 ഡോൾഫിനുള്ളൂ. ഒന്നിനെ വാങ്ങിയിട്ടാണല്ലോ. ചത്തു എന്ന് തോന്നുന്നുണ്ടോ. 1 2 ഡോൾഫിൻ. അപ്പോൾ എന്നിട്ട് പിന്നെ ഒരു പക്ഷി ഫാമാണുള്ളത്. കണ്ട, ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കൺസ്ട്രക്ഷൻ ഞാനായിരുന്നു ഗൈസ്. ഫുൾ. പിന്നെ എൻ്റെ ഒരു 2 ടേമായി. ഇതാണ് കാണിച്ചു തരാം. കോഴി ഫാം. ഇതിൽ പലതരം കോഴിയുണ്ട്. കരിങ്കോഴി, ഗോൾഡൻ കോഴി, അങ്ങനത്തെ എല്ലാം ഉണ്ട്. ഓക്കെ, ഇതെൻ്റെ ഒരു പെറ്റാണ്. എൻ്റെ ചോലാരും വന്നിരുന്നു. ഇല്ല ചോലാരും വന്നിരുന്നില്ല. അവനെവിടെ വേറെ എൻ്റെ ചോല വന്നിരിക്കും. നമ്മളല്ലേ എന്നെ പോയി ചോദിക്കരിക്കോ. അവൻ പറഞ്ഞുപോയി. അപ്പം അവനും പറഞ്ഞുപോയി. കല്ലറകൾക്ക് കണക്കില്ലല്ലോ. ചോദിയിരിക്കുന്ന കാണിച്ചു തരാം. ചോദിക്കും. ഓക്കെ, ചോല വന്നിട്ടുണ്ട്. കണ്ട ചോല 2 ചോലും കയറുണ്ട്. 2 കരി കണ്ട. അങ്ങോട്ട് തിരിഞ്ഞ് കുത്തിരിക്കുന്ന കൊണ്ടാണ് ഗൈസ്. ഉണ്ടാ ഗൈസ്. നേരെ നോക്കിയ 2 തത്തത്തോളം അത് കുത്തിരിക്കുന്നതാണ്. ഇതൊക്കെ ഞാനുള്ള സ്പോഞ്ച് ചെയ്ത അവനമ്മ കാണിക്കാനുള്ള എൻ്റെ ഹൗസ്. ഇത് ഞാൻ ഇവിടെ വന്ന കാരണമുള്ളൊരു കഴുത ഇപ്പോൾ വെച്ചിട്ടുണ്ട്. 2 കുതിരയാണ്. ലീഷിലിട്ട ഞാൻ ഇപ്പോൾ കുറേ ലീഷൊക്കെ ഇട്ടിട്ടുണ്ട്. കാണിച്ചു തരാം. ഇത് വിട്ടാൽ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇത് വിടാം. ഇതൊരു അലങ്കാരത്തിനാണ്. കൊണ്ട് ഇതിട്ട് വെക്കാം. മറ്റേത് കഴുതയാണ് കേട്ടോ. ഇതുകൊണ്ട് പിന്നെ മറ്റേ കുതിര എടുപ്പ്. ഇത് കഴിച്ചു വിട്ടാരാ. കഴിച്ചു വിടാം. തൊട്ട് ഇങ്ങനെ നമ്മൾ തപ്പി കണ്ടുപിടിക്കണ്ടാവും. വലിയ ഇനിയും കഴിച്ചു വിടാം വയസ്സ്. എന്തിനാ ഓടാകപ്പെട്ട കഴുതനാട് തന്നെ നോക്കണല്ല. കഴുത പോയി കളി അങ്ങനത്തെ ഒരു സാധനമാണ് അത്. കാരണം കിളിക്കുടി തീയലുണ്ടാവും. സാരമില്ല, ഞാൻ കൂട്ടിലിട്ടാണ്. അങ്ങനെ അടങ്ങാറാക്കും. ബഗ്ഗടി മറ്റേ ഫിഷിംഗ് റിക്സ് പോലെ 2 ഡോറൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയ ഒരു ഫാമാണ് പക്ഷി ഫാം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഞാനിപ്പോൾ മൈൻക്രാഫ്റ്റ് മേഡൗട്ട് കളിക്കുന്നുണ്ട്, വെരിഫൈ കളിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം മൈൻക്രാഫ്റ്റ് കയറ്റിയാണ് മോഡ് വഴി. മോഡാണിത്. ക്ലോസ് മെനു കൊടുത്ത് ഇവിടെ പോക്കണം ഗൈസ്. ഫുൾ ഇതിപ്പോൾ ഇതിലാണ് കേട്ടോ ഉള്ളത്. സർവൈവിലല്ല, ഇതിലുള്ള എന്തിലേ മറന്നുപോയി. മറ്റേ ക്രിയേറ്റിലുള്ള. അയ്യോ, എന്തോ കുട്ടി അന്നേരം പോലല്ലോ. കണ്ട പൂച്ചേൻ്റെ ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ക്യാറ്റിനെ ഒക്കെ ഇവിടെ ഒക്കെ വെറുതെ ഇങ്ങനെ എടുക്കുക. വയ്ക്കണ്ട തത്തകൾ.
വൃത്തിയുള്ളിടത്തെല്ലാം മാറ്റാം. അങ്ങനെയെല്ലാം മാറ്റി കൊടുക്കാം. ഇവിടെ വെള്ളം വരും, അതാണ് വേറൊരു പ്രശ്നം. ഓക്കെ, തീയൊക്കെ വാടിയിട്ടുണ്ട്. കുറച്ച് തീ കൊണ്ടുവരുന്നല്ലേ. ഇതെല്ലാം അടച്ച് കളയും. ഗൈസ് ഒക്കെ അടച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാ ഗൈസ് അവിടെ പറഞ്ഞു. ഓക്കെ, അവിടെ ഒരു പേരുണ്ട്. ആ ഫാം അങ്ങ് നടന്നു നോക്കിയത് മീനാണ് ഗൈസ്, മീനിൻ്റെ മുട്ടയാണ്. കൂടെ മറ്റേ കൊട്ടൊക്കെ മീനങ്ങാറായത് വെക്കട്ടെ. തൂക്കിയിട്ടിക്കാ ഏതേ മാറ്. എന്നാണ് എൻ്റെ ഇവിടുത്തെ എൻ്റെ ബെഡൊക്കെ ഉണ്ട്, സ്റ്റെപ്പൊക്കെ ഉണ്ട്. വേറെ മാറിയൊക്കെ അതിൻ്റെ സാധനം കൊണ്ടാണ് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു വലിയ പെട്ടി വെക്കാറുണ്ട്, പക്ഷെ വേണ്ട. ഇപ്പോൾ വില്ലേജറായൊക്കെ ഉണ്ടാക്കുന്നത്. നമുക്ക് ഇവിടുത്തെ എഗ്ഗൊക്കെ മീനായിട്ട് സ്പോൺ ചെയ്ത് പോയി എഗ്ഗ് നടിച്ചു കൊടുക്കണം. അയ്യോ, സ്ക്രീൻ ബാക്കോട്ടായല്ലോ. ഓക്കെ, എഗ്ഗ് നോക്കിക്കൊണ്ട പള്ളത്തിൻ്റെ എഗ്ഗ് ഉണ്ടാവും. നമുക്ക് കുറച്ച് വില്ലേജസ് കൂടുതലാണ്, ഓരോ മോൺസ്റ്റേഴ്സിൻ്റെ അങ്ങനത്തെയൊക്കെ ഉണ്ടാവും. ഇതൊന്നും എടുത്ത് വെക്കാം. പിന്നെ ഷാർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഷാർക്കിനെ ഇവിടെ വെച്ചു. ഷാർക്കിൻ്റെ കൊടുക്കാം. ഷാർക്ക് ഇതഞ്ച് ശാന്യം നമുക്ക് അപ്പോഴാണ്. ഇപ്പോഴത്തെ കണവ മറ്റേ മഷി ഇരിക്കുന്നത് നമുക്ക് അവിടെ കൊണ്ടുപോയിടാം. ഇതെന്ത് സാധനം പറഞ്ഞിട്ടുണ്ട്, ഇതാവത്താണല്ലോ. കൊണ്ടുവരുന്ന പോലെ കണവേനാ കൊണ്ടുവരുന്നത്. നിറച്ചും കണവിന് ഉൾക്കടലിൽ കൊണ്ടുപോയിടാം. ഇവിടെയാണ് അങ്ങോട്ട് കൊടുക്കുക കണവേന. അങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ അമ്മേ, വെള്ളത്തിൽ മുങ്ങിപ്പോയല്ലോ. എല്ലാം ഞാൻ കുറച്ച് പശീന പുറത്ത് ഇട്ടിരുന്നു. ശബ്ദം ഉണ്ടാക്കാൻ പറഞ്ഞാൽ ശബ്ദം ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് എൻ്റെ അനിയത്തി കൂടെ ഉണ്ട്, അതുകൊണ്ടാണ്. നമുക്ക് വേറെ സ്ഥലത്ത് പോയിരിക്കാം ഗൈസ്. അപ്പോൾ നമ്മളിത് എവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സൗണ്ടൊന്നുമില്ല. ഇതെല്ലാം നമ്മുടെ സാധനമാണ്, നമ്മുടെ പക്ഷികളാണ്. പക്ഷികൾ ഇറങ്ങടോ. ഉണ്ടാ ഇങ്ങനെ നമുക്ക് സെറ്റപ്പ് ചെയ്യാം. ഉണ്ടാ
സെറ്റ് ചെയ്ത് കണ്ടില്ല, പറന്നു പോയി. നമുക്ക് തൊഴിൽ നോക്കാം. ക്രിയേറ്റീവ് ഇപ്പോൾ കളിച്ച് നടന്നിട്ടാളും മടുത്തു പോയി. കഴിച്ചു ഇപ്പോൾ ഉണ്ടായതാണ്. അപ്പോൾ ഗായ്സ് വീഡിയോ നല്ല ലെങ്ത് ഉണ്ട്. അപ്പോൾ ഗായ്സ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.